നമ്മളങ്ങനെ നമ്മുടെ 3 മാസം റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും തന്നെ കേട്ടാ. ഇന്ന് നമ്മളുള്ളത് ചേർത്തലയിലെ റോയൽ കാർസിലാണ്. ഇന്ന് ഇവിടെ ഇത്രയും വണ്ടികൾ നടപ്പുണ്ട്. ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് നിങ്ങളോട് പറയാൻ പോണത്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു വാഗണറിൽ തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. 2010 മോഡൽ വാഗനാർ, വെറും 89,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ക്ലീൻ പീസ് ആട്ടാ. ചോദിക്കുന്ന വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ക്ലീൻ പീസാണ്. നമുക്ക് നമ്മുടെ വാഗണറിന്റെ ഇന്റീരിയൽ ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇന്റീരിയർ കേട്ടോ. ബാക്ക് സൈഡിൽ കാണിച്ചു തരാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സീറ്റൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ടയറിന്റെ ഭാഗമൊക്കെ നോക്കിയാൽ 90% ടയറിന്റെ അതായത് പുത്തൻ ടയർ പോലെ തന്നെ കിടക്കുന്നത്. ആൾട്ടോ 800 കേട്ടാ. വെറും 63,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 90% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്ന വണ്ടി കൊണ്ടുവന്ന വഴി തന്നെ ഇട്ടേക്കാണ്. ഇതിനകത്തിട്ട് വേറെ പണികളൊന്നും കാര്യമൊന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നണം. എന്നാലും അത്യാവശ്യം നീറ്റാണ് വണ്ടി കാണാനായിട്ട്. നമുക്ക് അതിന്റെ ഇന്റീരിയർ ഭാഗങ്ങളൊന്ന് നോക്കാം. അത്യാവശ്യം നീറ്റാകട്ടെ ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കാൻ നേരത്ത്. ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2,80,000 രൂപയാണ് ചോദിക്കുന്ന വില. 2003 മോഡൽ സാൻഡ്രോ AC പവർ സ്റ്റിയറിംഗ് വരുന്ന ടൈപ്പ് ആകട്ടാ. ഇതിന് കിലോമീറ്റർ കറക്റ്റായിട്ട് അറിയില്ല, അതുകൊണ്ട് അപ്പൊ അത് പറയാനില്ല. പിന്നെ ടയർ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 80% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയർ നോക്കാൻ നേരത്ത് അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലുള്ള ഇന്റീരിയർ ആണ്. ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും 70,000 രൂപ മാത്രമാണ്. ചെറിയ ബഡ്ജറ്റിൽ ആർക്കെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ താഴെ കാണിച്ചേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വേറൊരു കാര്യം, ഇത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാട്ടാ. ന്യൂ പേപ്പർ ആയിരിക്കുന്ന വണ്ടിയാണ്. അടുത്തതൊരു ഹുണ്ടായി i10 സ്പോർട്സ് ആണ് മോഡല്. 2010 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. 91,000 കിലോമീറ്റർ സംതിങ് ഓടിയിട്ടുണ്ട് കേട്ടോ വണ്ടി. പിന്നെ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,50,000 രൂപയാണ്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഫ്രണ്ടില് 50% ഉള്ളു. ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഏകദേശം 50% ഉള്ളു കേട്ടോ. ബാക്ക് സൈഡിൽ പിങ്ക് കളറിലുള്ള ഇന്റീരിയർ ആട്ടോ വന്നേക്കുന്നത്. സീറ്റ് കവറൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവർ ആട്ടോ. ഇനി അടുത്ത് നമ്മുടെ ഒരു 7 സീറ്റർ കാറ്റഗറി വരുന്ന ഒരു സൈലോ ആട്ടോ. നമ്മുടെ മഹേന്ദ്രയുടെ സൈലോ ആണ്. ഇത് 2010 മോഡല്, പുതിയ പേപ്പർ ആയിരിക്കുന്ന വണ്ടിയാട്ടോ. ഇതിന്റെ ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ. ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കാൻ അത്യാവശ്യം കുഴപ്പമില്ല. എന്നാലും വലിയ അധികം ഭംഗിയുണ്ടെന്ന് പറയാനില്ല. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഇന്റീരിയർ കേട്ടാ. പിന്നെ അതിനനുസരിച്ചിട്ട് തന്നെ അതിന്റെ വില ഇട്ടേക്കണം കേട്ടാ. ഇതിന്റെ വില ചോദിക്കുന്ന വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും 2 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 2 ലക്ഷം രൂപയ്ക്ക് ഒരു 7 സീറ്റർ 2018 മോഡല് വാഗണർ VXI വേരിയന്റ് മൊത്തം പുതിയതുപോലെ ഇരിക്കണം കേട്ടാ. ഇനി ചോദിക്കുന്ന വില 4,75,000 രൂപയാണ്. ഇതിന്റെ ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം. നമുക്കൊരു സിസ്റ്റം വരുന്നുണ്ട് കേട്ടോ. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. പിന്നെ ഇതിന്റെ സീറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയോടുകൂടി ചെയ്തിട്ടുണ്ട്. 2018 ആയതുകൊണ്ട് അധികം വൃത്തികേടല്ലാത്ത രീതിയിലാണ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇതിന്റെ ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ ബോഡി ക്വാളിറ്റി തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള വണ്ടിയാട്ടാ. പെട്രോളാണ് കേട്ടോ വേരിയന്റ് വരുന്നത്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 70% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 ടയറിനും 70% ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി. 2005 മോഡല് ആൾട്ടോ ഇപ്പൊ കൊണ്ടുവന്നേ ഉള്ളു കേട്ടോ. നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് വന്നേ ഉള്ളു. 2030 വരെ പേപ്പർ ഉണ്ട്. ചോദിക്കുന്ന വില 75,000 രൂപയാണ്. 2013 മോഡല് ആൾട്ടോ K10 വെറും 53,000 കിലോമീറ്റർ മാത്രം ഓടിയേക്കണ വണ്ടിയാട്ടാ. ഇതിന്റെ എക്സ്റ്റീരിയർ അടിപൊളിയാട്ടോ. ഒരു സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഇന്റീരിയറും കൂടി ഒന്ന് നോക്കാം. 5 സ്പീഡ് വരുന്നതാട്ടാ ഈ ഒരു മോഡല്. ഞാൻ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്ത രീതിയിലുള്ള സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 1,80,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ്. ടയർ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 70% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞങ്ങളിവിടെ നിന്നപ്പോഴത്തേക്ക് ഇത് ഓടിച്ചിട്ട് വന്ന വണ്ടിയാട്ടാ. ഇതിന്റെ ഒരു കളർ തന്നെ അത്യാവശ്യം നല്ലതാണ്. അത്യാവശ്യം നീറ്റാട്ടോ. ഈ വണ്ടി കാണാൻ തന്നെ അത്യാവശ്യം നീറ്റാ. അപ്പൊ ഇത്രയാണ് നമ്മുടെ റോയൽ കാർസിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. റോയൽ കാർസിന്റെ ലൊക്കേഷൻ വരുന്നത് ചെങ്ങന്റെ പാലം കയറുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡില്, ചേർത്തലേന്ന് അരൂരേക്ക് പോണ വഴി ചെങ്ങന്റെ പാലം കയറുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡില്. അപ്പൊ വണ്ടി മേടിക്കാൻ പറ്റുന്നവര് മെക്കാനിക്കുമായിട്ട് വന്ന് വണ്ടിയുടെ കണ്ടീഷൻസ് ഒക്കെ നോക്കി ഇഷ്ടപ്പെട്ടതിന് ഉറപ്പുവരുത്തതിന് മാത്രം വണ്ടി എടുക്കുക. അപ്പൊ ഓക്കെ, ബൈ ബൈ.